ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും അരിച്ചിറങ്ങി വന്ന പാറ്റാക്കൂട്ടം ഇന്ന് അവരുടെ വിജയം കണ്ടെത്തിയിരിക്കുകയാണ്. ഈ പാറ്റാക്കൂട്ടം നാളെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറുമോ? ഇവരുടെ ലക്ഷ്യം എന്തായിരിക്കും? ലക്ഷ്യം എന്തായിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പലപ്പോഴും ഇന്ത്യയിലാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരുപാട് മൂവ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. CJP എന്ന് പറയുന്നത് ഇപ്പോഴൊരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല. പക്ഷേ കേരളത്തിൽ അവരുടെ വിഷയം എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. നീറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിന് മാത്രമല്ല CJP എന്ന് പറയുന്ന ഒരു കൂട്ടം ഉണ്ടായത്. ഇതിനു മുമ്പ് ഈ പാർട്ടി ഉണ്ടായത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് സൂര്യകാന്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ നിന്നുമാണ് ഇങ്ങനൊരു കൂട്ടം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. ആ മൂവ്മെൻറ്റ് പിന്നീട് നീറ്റ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഒരു കൂട്ടമായിട്ട് മാറുന്നു, ഒരു സമരത്തിലേക്ക് കടക്കുന്നു. ആ സമരം വലിയൊരു വിജയമാകുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നടക്കുമ്പോൾ തന്നെ പലരും പറഞ്ഞു ഇതൊരു രാഷ്ട്രീയ കൂട്ടമാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്നും പോയിട്ടുള്ള രഞ്ജിനി ഹരിദാസ് ഈ പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഈ മൂവ്മെൻറ്റിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നിന്നിട്ടൊരാളാണ്. കേരളത്തിൽ നിന്ന് കൃത്യമായിട്ട് നിലപാടുകൾ പറഞ്ഞ ഒരാളാണ്. അപ്പോൾ രഞ്ജിനി ഹരിദാസ് ഇതേപോലെ തന്നെ മാധ്യമങ്ങൾ മുന്നിലേക്ക് വന്നിട്ട് ഇതിൽ ഒരു ബൈറ്റ് പറയുന്നുണ്ട്. അതിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് പൊളിറ്റിക്കൽ പാർട്ടിയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഇത് രാഷ്ട്രീയമാണ് എന്ന് പറയുന്നുണ്ട്. ഒരുപാട് ഫണ്ടിങ് ഉണ്ട്, അതിന് പിറകെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഇതിനകത്ത് രാഷ്ട്രീയമാണ് എന്ന് പറയുമ്പോൾ രഞ്ജിനി ഹരിദാസ് പറയുന്നുണ്ട് ഇത് ആ പാർട്ടിയാണ് പറയുന്നത് രാഷ്ട്രീയമാണെന്ന്. പാർട്ടിയുടെ പേര് പറയാതെ അവർ കൃത്യമായിട്ട് അത് ഹാൻഡിൽ ചെയ്ത് വിടുന്നുണ്ട്. ആ പാർട്ടിയാണ് പറയുന്നത് രാഷ്ട്രീയ കൂട്ടമാണ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫണ്ടിങ് വരുന്നുണ്ട് എന്ന് പറയുന്നത് അത് BJP പ്രൊപ്പഗണ്ടകളാണ്. അത് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ അവസാനം എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവ് കഴിഞ്ഞ 10-12 കൊല്ലമായിട്ട് ഒരു നിലപാടിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കാത്ത ഒരാൾ എന്ന് പറയുന്ന വലിയൊരു ഇമേജ് സൃഷ്ടിച്ചു വെച്ചിട്ട് ആ ഇമേജിൻ്റെ മേളിൽ ഇത്തരത്തിൽ ഒരു മൂവ്മെൻറ്റ് അദ്ദേഹം നടത്തുന്നത് എന്തുകൊണ്ടായിരിക്കാം? അദ്ദേഹത്തിന് കൃത്യമായിട്ട് മനസ്സിലായി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് തങ്ങൾക്ക് തിരിച്ചടിയായിരിക്കും. അപ്പോൾ നമുക്കറിയാം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി എല്ലാ ആളുകളിലും സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളൊരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് തകർക്കാൻ അയാൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു കൂട്ടം ഉണ്ടാകുമ്പോൾ ആ കൂട്ടത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു? ഇപ്പോൾ നമുക്കറിയാം CJP ഇത്തരത്തിൽ കേന്ദ്ര നേതൃത്വവുമായിട്ട് ചർച്ചയ്ക്ക് പോയി. അവർ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഏകദേശം 3 കാര്യങ്ങളാണ് അവർ ഉന്നയിക്കാൻ പോയത്. അതുകൂടാതെ അതിനുശേഷം അവർ ഒരു കാര്യം കൂടെ കേന്ദ്ര നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ധർമ്മേന്ദ്രജിയുടെ രാജിയാണ് അവരുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. പിന്നീട് നീറ്റുമായി ബന്ധപ്പെട്ട കുടുംബങ്ങൾക്ക് കൃത്യമായിട്ട് അപ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ധനസഹായം ഏർപ്പെടുത്തണമെന്നുള്ള കാര്യം. അതേപോലെ തന്നെ ഇതിൽ സമരവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കുട്ടികളുടെ പേരിൽ കേസെടുക്കരുത്. അതുകൂടാതെ അവർ ഉന്നയിച്ച കാര്യമെന്ന് പറഞ്ഞിട്ടുള്ളത് ഈ അവിടെ വന്നിട്ടുള്ള സൈന്യമുണ്ട്, ഡൽഹി പോലീസും അല്ലാതെയുള്ള ബറ്റാലിയനും മറ്റു പട്ടാളക്കാരും എല്ലാം ഉണ്ട്. ഇവരെല്ലാം കൃത്യമായിട്ട് ഇവരെ തല്ലി ചതച്ചു. അതായത് ആളുകളെ നോക്കി കൃത്യമായിട്ട് അവരെ ഉപദ്രവിച്ചാണ് വിട്ടത്. അതായത് വിദ്യാർത്ഥികളാണ് എന്ന് പോലും നോക്കാതെ ഒരു രാജ്യദ്രോഹിയെ പെരുമാറുന്നത് പോലെയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ ഒരു വിദ്യാർത്ഥിയെ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ഷർട്ട് പൊക്കിയിട്ട് പെല്ലറ്റുകൾ വെടിവെച്ചിട്ടുള്ള പെല്ലറ്റുകൾ എടുത്ത് കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം അവസാനം കേന്ദ്ര നേതൃത്വത്തിനെതിരെയാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടായി. അവർക്ക് പിന്നെ അത് പറയാനുള്ള ഒരു കാര്യമുണ്ടായില്ല. പിന്നീട് അവർ ഇപ്പോൾ നിലപാടുകളിലാണെങ്കിൽ പോലും വിദ്യാർത്ഥികൾക്കെതിരെ അങ്ങനെയുള്ള നിലപാടെടുക്കരുതായിരുന്നു, അങ്ങനെയുള്ള രീതിയിലേക്ക് പോകരുതായിരുന്നു എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തി. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇവർ മാപ്പ് പറയുക എന്നതായിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള രീതിയിലാണ് CJP ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവർ വലിയൊരു മൂവ്മെൻ്റാണ്. അവർ വിജയത്തിലെത്തിയതിനു ശേഷം അവരെന്താണ് ചെയ്തത്? അവർ അവസാനം അവർ സമരം ചെയ്ത സ്ഥലം വൃത്തിയാക്കി അതിനുശേഷമാണ് അവരെ വിട്ടുപോയത് അവിടെ നിന്ന്. ആ സമരവുമായി ബന്ധപ്പെട്ടവർ പോയി. സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഇതിനു മുമ്പോട്ടുള്ളതായിട്ടുള്ള മൂവ്മെൻറ്റുകൾ പലതും നോക്കിക്കഴിഞ്ഞാൽ ചിലതൊക്കെ രാഷ്ട്രീയപരമായിട്ട് മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം അണ്ണാ ഹസാരെയൊക്കെ UPA കാലഘട്ടത്തിൽ ഇത്തരത്തിൽ സമരം ചെയ്തു. പിന്നീട് ആ സമരം അതിലെ ചില ആളുകൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടുള്ള പല വിഷയങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കാർഷിക സമരമൊക്കെ ആണെങ്കിൽ പോലും അതെല്ലാം അതിൽ മാത്രം ഒതുങ്ങി നിന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കാർഷിക സമരം കഴിഞ്ഞു, അത് കഴിഞ്ഞ് എല്ലാവരും പൊടിയും തട്ടിപ്പോയി. പിന്നീട് പൗരത്വ ഭേദഗതിയുമായി വന്നിട്ടുള്ള വിഷയമാണെങ്കിൽ പോലും അത് കൃത്യമായിട്ട് പ്രതിപക്ഷം ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. പക്ഷേ ഇതിനെല്ലാം കൃത്യമായിട്ട് അടിച്ചമർത്താനും ഇല്ലാതാക്കാനും അതിൻ്റെ മേലൊരു ശബ്ദം ഉണ്ടാകാതിരിക്കാനും നമുക്കറിയാം പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി കൃത്യമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ കർഷക സമരവുമായിട്ടാണെങ്കിൽ പോലും കർഷക സമരത്തിൽ എന്താണ് അദ്ദേഹം ചെയ്തത്? കർഷകരുടെ ആവശ്യങ്ങൾ
കാരണം കൃഷി എന്ന് പറയുന്നത് ഭാരതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു കാര്യമാണ്. ഞാനും താങ്കളും അടക്കം ഇവിടെയുള്ള എല്ലാ ആളുകളും ആഹാരം കഴിച്ചാണ് ജീവിക്കുന്നത്. ആഹാരം വേണമെങ്കിൽ എന്ത് വേണം? കർഷകർ വേണം, കൃഷി വേണം. അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട് കർഷകരുടെ അവകാശങ്ങൾ നിറവേറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ അത് മോദി എന്ന് പറയുന്ന ജനസ്നേഹിയാണ് എന്നിവർ കൃത്യമായിട്ട് ഒരു PR സൃഷ്ടിയിലൂടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ബിംബം തകരുമെന്നുള്ള സ്ഥിതി വരുമ്പോൾ അദ്ദേഹം മുട്ടുകുത്തിയത് നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെയാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ മുന്നിലാണ് അദ്ദേഹം ഇപ്പോൾ മുട്ടുകുത്തിയിട്ടുള്ളത്. ഇതൊരു രാഷ്ട്രീയ പാർട്ടി ആകുമോ ഇല്ലയോ എന്ന് നമുക്ക് ഇനിയും ഇത് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. കാരണം ഇപ്പോൾ അഭിജിത്ത് ദീപ്കെ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇതുകൊണ്ട് ഞങ്ങളുടെ സമരം അവസാനിക്കുന്നില്ല, ഇനിയും ഞങ്ങൾ സമരങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്ന് പറയുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ E20 പെട്രോളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാൻ കഴിയും ഇതൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് രൂപപ്പെടുത്താനാണോ അതോ അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെന്റ് ഇതേപോലെ തന്നെ കൊണ്ടുപോകാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. യഥാർത്ഥത്തിൽ അഭിജിത്ത് ദീപ്കയെ സംബന്ധിച്ച് അദ്ദേഹം വിദേശ രാജ്യത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്, വലിയ രീതിയിൽ ശമ്പളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അയാളുടെ കംഫോർട്ട് സോണുകൾ മുഴുവൻ പൊളിച്ചിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത്, ഇതിനെതിരെ സമരം ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഒരു ഓളം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇവിടുത്തെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഏറ്റെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഡൽഹിയിലേക്ക് ഇത്രയും ജനത ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഇരച്ചു കയറി അവിടേക്ക് ചെല്ലണമെങ്കിൽ അത് ആ മൂവ്മെന്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ചെറുതല്ല, അത് വലിയൊരു ഇമ്പാക്റ്റാണ്. ആ ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ CJPക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുമായി ഇനിയും മുന്നോട്ട് പോകാൻ CJPക്ക് കഴിയുമെങ്കിൽ, ഒരു പ്രതിപക്ഷ സഖ്യം പോലെ പോകാൻ കഴിയുമെങ്കിൽ ചിലപ്പോൾ ഭാവിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയൊക്കെ ആയേക്കാം. ഇപ്പോഴും അതൊരു രാഷ്ട്രീയ പാർട്ടി ആകുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ പല കോണിലും നടക്കുന്നുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ച് ഇതൊരു കൂട്ടായ്മയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടായ്മ വിജയിച്ച കൂട്ടായ്മയാണ്. നമുക്ക് ആ കൂട്ടത്തെ ഇപ്പോൾ തള്ളിക്കളയാനൊന്നും കഴിയില്ല. കാരണം അവർ വിജയിച്ചൊരു കൂട്ടമാണ്. നാളെ അവർക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. പിന്നെ രാഷ്ട്രീയമാണ്, ഏത് സഖ്യത്തിൻ്റെ കൂടെ ഇനി നാളെ പോകുമെന്നൊന്നും നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. ഇനി അതല്ല, മുന്നോട്ട് പോകുന്ന കാലങ്ങളിൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ എന്താണ് യഥാർത്ഥത്തിൽ CJP, എന്തായിരുന്നു അവരുടെ ലക്ഷ്യം. അത് മുന്നോട്ട് പോകുന്ന വേളയിൽ മാത്രമേ നമുക്കറിയാൻ കഴിയുകയുള്ളൂ. ഇത് തുടക്കത്തിൽ ഒരു യുവാക്കൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളായി തുടങ്ങി വച്ച ഒരു പാർട്ടിയായിരുന്നു. പിന്നീട് അതിലോട്ട് പല സംഘടനകൾ അല്ലെങ്കിൽ പല വിഭാഗത്തിലുള്ള ആൾക്കാർ വന്ന് ഇവരെ സപ്പോർട്ട് ചെയ്യുകയും ആ ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുകയും ചെയ്തു. ഇതൊരു ഭരണ തകർച്ചയുടെ അല്ലെങ്കിൽ ഭരണവിരുദ്ധതയുടെ ഒരു അടയാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമോ? ഒരിക്കലും അങ്ങനെ കാണാൻ കഴിയില്ല. കാരണം ഭരണവിരുദ്ധ വികാരം അതായത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പാർട്ടികൾക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ് ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തത് മോദിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന് കൃത്യമായിട്ട് മനസ്സിലായി ഇനിയും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തൻ്റെ ഇമേജ് തകരും. അതേപോലെ തന്നെ ഇവിടുത്തെ ഇന്ത്യയിലെ യുവാക്കളെല്ലാം തനിക്കെതിരാകും എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം എത്തി. അദ്ദേഹം കൃത്യമായിട്ട് അതിനെ ഒതുക്കി തീർക്കുകയാണ്. ഇപ്പോൾ BJPയെ സംബന്ധിച്ച് എന്താണ്, പ്രശ്നങ്ങളില്ലാതെ പോകണം. അവരെ സംബന്ധിച്ച് അവരെന്താണ്, വിദ്യാർത്ഥികൾ വേണ്ടുന്നത് അവർ ചെയ്തു കൊടുത്തു. ഇനി നാളെ വേറൊരു വിഷയമായിട്ട് അതായത് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ CJPയുടെ സമരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു ഭരണാധികാരികൾക്കും ജനങ്ങളുടെ വാക്കുകൾ കേൾക്കാതെ പോകാൻ കഴിയില്ല എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഭരണഘടന നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് നമ്മുടേതെല്ലാം. അവിടുത്തെ ജനങ്ങളുടെ വാക്കുകൾക്ക് വിലയുണ്ട് എന്നാണ് ഈ CJP സമരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. CJPക്ക് ഇന്ത്യയിലെ ജനങ്ങളുടെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ കഴിയുന്നത്. കാരണം ഈ വിദ്യാർത്ഥി മൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകരാജ്യങ്ങളിലെല്ലാം വിദ്യാർത്ഥി മൂവ്മെന്റുകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഈ വിദ്യാർത്ഥി മൂവ്മെന്റ് കൃത്യമായിട്ട് അവിടുത്തെ അധികാരികൾ എടുക്കുകയും അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭരണഘടനയുടെ മികവ് തന്നെയാണ്. ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് ഉത്തരം നൽകണമെന്ന് ഭരണഘടനയിൽ കൃത്യമായി പറയുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ജനങ്ങളുടെ ചോദ്യങ്ങളുടെ മുന്നിൽ തങ്ങൾക്ക് മുട്ടുമടക്കേണ്ടി വരുമെന്ന് ഇവിടുത്തെ യുവാക്കൾ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്.